കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം ഓർ BBA ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നറിയണം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ദാറ്റ് ഹെൽപ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, QT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന എന്തിന്റെ ബേസിലാണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിലാണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുന്നതിനും അതിൽ നിന്നൊരു ഡിസിഷൻ നമുക്ക് കറക്റ്റ് ആയ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമുക്ക് ഒരുപാട് ടെക്നിക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുകയും അതിന്റെ ബേസിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മളൊരു ബിസിനസ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, എപ്പോഴും റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് എലമെന്റ് എപ്പോഴും ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അതെന്തായിരിക്കണം, എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് സഹായിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, QT എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ടെക്നിക്സ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അവൈലബിൾ ആണ്. ഇതിലെല്ലാം നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് ഇതിലെ ചില ടെക്നിക്സ് മാത്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കോറിലേഷൻ, റിഗ്രഷൻ, പ്രോബിലിറ്റി അങ്ങനെ പറയുന്നത് കുറച്ച് ടെക്നിക്സ് മാത്രം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേഷൻ ആണ്, അതുപോലെ തന്നെ കോറിലേഷന്റെ ടൈപ്സും. അപ്പൊ ആദ്യം തന്നെ വാട്ട് ഈസ് കോറിലേഷൻ? ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു AM Tootle, അനലൈസ് ഓഫ് കോവേരിയേഷൻ ഓഫ് 2 or more വേരിയബിൾസ് യൂഷ്വലി കോൾഡ് കോറിലേഷൻ. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോവേരിയേഷൻ അത് നമ്മൾ മെഷർ ചെയ്യുന്ന ടെക്നിക്സിന് നമുക്ക് എന്ത് പറയാം, കോറിലേഷൻ എന്ന് പറയാം. When a change in one variable leads to corresponding change in another variable, we can say that these two variables are correlated. ഒരു വേരിയബിൾ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത്, ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു വേരിയബിളിൽ എന്ത് സംഭവിക്കുകയാണ്, ഒരു മാറ്റം സംഭവിക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് വേരിയബിൾ തമ്മിൽ എന്താണ്, കോറിലേറ്റഡ് ആണ്. ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ടെക്നിക്സ് നമുക്ക് എന്ത് പറയാം, കോറിലേഷൻ എന്ന് പറയാം. നമ്മൾ ആ വേരിയബിൾ എത്രത്തോളം എന്താണ് റിലേറ്റഡ് ആണ്, അതിന്റെ സ്ട്രെങ്ത്, ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് അവർ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കോറിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോറിലേഷൻ എന്താ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഒരു 2 വേരിയബിൾസ് നമുക്ക് എടുക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്രൈസും ഡിമാൻഡും എടുക്കാം. ഓക്കെ, പ്രൈസും ഡിമാൻഡും എടുക്കാം. അപ്പൊ നമുക്കറിയാം ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് അവരുടെ ഡിമാൻഡ് എന്തുണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും അല്ലെ. സാധനങ്ങളുടെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കൺസ്യൂം ചെയ്യും. വില കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൺസംഷൻ ഡിസിഷൻ എന്ത് ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്യും. അപ്പൊ നമ്മളൊരു 1-2 കേസ് എടുത്ത് നോക്കാം. കമ്മോഡിറ്റിന്റെ പ്രൈസ് 100 ആയിരുന്ന സമയത്ത് ഡിമാൻഡ് 1000 യൂണിറ്റ്സ് ആയിരുന്നു. 90 ആയ സമയത്ത് 1100 ആയി. 85 ആയ സമയത്ത് 1200 ആയി. എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഇവിടെ പ്രൈസ് കുറയാണ് അല്ലെ. പ്രൈസ് കുറയുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണ്. ഇവിടെ 100 രൂപ പ്രൈസ് ആയ സമയത്ത് 1000 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. 90 ആയി കുറഞ്ഞ സമയത്ത് എന്താണ്, ഡിമാൻഡ് 1200 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇവിടെ എന്താണ്, ഈ രണ്ട് വേരിയബിൾസ് അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഇതെന്താണ് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഏത് ഡയറക്ഷനിൽ. ഇവിടെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്താണ്, ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. കമ്മോഡിറ്റിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുകയാണ്. അപ്പൊ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ നമുക്ക് എന്ത് പറയാം, കോറിലേഷൻ എന്ന് പറയാം.
ഒരു കോറിലേഷൻ കോഎഫിഷ്യന്റ്, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് -1 to +1 വരെ ആയിരിക്കും. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യും. മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത്, ഇക്വേഷൻസ് ഒക്കെ വെച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് -1 to +1 വരെ ആയിരിക്കും. ഓക്കെ, അതിന്റെ ആ ഒരു കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു കോറിലേഷൻ? ഈസ് അനലൈസ് ഓഫ് കോവേരിയേഷൻ ഓഫ് 2 or more വേരിയബിൾസ് യൂഷ്വലി കോൾഡ് കോറിലേഷൻ. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. ഏതൊക്കെ തരത്തിലുള്ള കോറിലേഷൻസ് ആണുള്ളത്? മെയിൻ ആയിട്ട് 3 ടൈപ്സ് പറയുന്നുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, then simple, partial and multiple correlation. Okay, so positive and negative correlation. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് കോറിലേഷൻ? നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന സമയത്ത് ഈ 2 വേരിയബിൾസ് ആർ മൂവിങ് സെയിം ഡയറക്ഷൻ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻകവും സേവിങ്സ് എടുക്കാം. അല്ല, ഒരാളുടെ ഇൻകവും അയാൾ സേവ് ചെയ്യുന്നതും. ഇൻകം കൂടുന്ന സമയത്ത് അയാളുടെ സേവിങ്സ് കൂടും, ഇൻകം കുറയുന്ന സമയത്ത് അയാളുടെ സേവിങ്സ് കുറയും. അല്ല, അപ്പോൾ ഇൻകവും സേവിങ്സും തമ്മിലുള്ള ഡയറക്ഷൻ എന്താണ്? സെയിം ഡയറക്ഷനിലേക്ക്. അല്ലെ, ഇൻകം കൂടുന്ന സമയത്ത് സേവിങ്സ് കൂടി, ഇൻകം കുറയുന്ന സമയത്ത് സേവിങ്സ് കുറഞ്ഞു. രണ്ടും എന്താണ്? സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെയിം ഡയറക്ഷനിലേക്കാണ് 2 വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. When the 2 variables are moves in same direction, we can say that positive correlation. Positive correlation വേറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. ഡിമാൻഡ് കൂടുന്ന സമയത്ത് സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കുറയും. അവിടെ എന്താണ്? രണ്ട് വേരിയബിളും മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്കാണ്. ഇൻക്രീസ് ആണെങ്കിൽ രണ്ടും ഇൻക്രീസ്, ഡിക്രീസ് ആണെങ്കിൽ രണ്ടും ഡിക്രീസ്. ഓക്കെ, അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. When 2 variables are moves in opposite direction, we can say that these 2 variables are negatively correlated. ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈസും ഡിമാൻഡും, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. എന്നാൽ പ്രൈസ് എന്താണ്? പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും. അല്ലെ, അപ്പൊ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റു വേരിയബിൾ ഇൻക്രീസ് ചെയ്യും. അല്ലെ, ഇനി ആദ്യത്തെ വേരിയബിൾ എന്താണ്? ഇൻക്രീസ് ആണെങ്കിൽ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരു ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ മറ്റേ വേരിയബിൾ എന്താണ്? ഡിക്രീസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് എന്തായിരുന്നു? When the 2 variables are moves in same direction, we can say that it is positively correlated. When the 2 variables are moves in opposite direction, it is negative correlation. Okay, then അടുത്ത് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് ചേഞ്ച് ആവുന്നത് എങ്കിൽ, അതായത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾ എടുക്കാം, എക്സും വൈയും. എക്സും വൈ എടുക്കാം. എക്സ് 10, 20, 30, 40. ഇവിടെ 30, 60, 90, 120. രണ്ട് വേരിയബിൾ എക്സും വൈയും. ഇവിടെ നോക്കൂ, 10 ഉള്ള 20 ആയി, 10 ആണ് ഇൻക്രീസ് ചെയ്തത്. 20 ഉള്ള 30 ആയി. അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റേഷ്യോയിലാണ്. അതുപോലെ തന്നെ വൈ നോക്കൂ, 30 ഉള്ള 60 ആയി, 60 ഉള്ള 90. അവിടെ ഇൻക്രീസ് ചെയ്യുന്നതാണ് കോൺസ്റ്റന്റ് റേഷ്യോ ആണ്. അവിടെ 30യിലാണ് ഇൻക്രീസ് വരുന്നത്. അപ്പൊ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് ചേഞ്ച് സംഭവിക്കുന്നത് എങ്കിൽ, എമൗണ്ട് ഓഫ് ചേഞ്ചസ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അത് ഡിക്രീസ് ആവാം, ഇൻക്രീസ് ആവാം, എന്തായാലും കുഴപ്പമില്ല. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല. പക്ഷെ അവിടെ എന്താണ്? അവിടെയുള്ള ചേഞ്ചസ് കോൺസ്റ്റന്റ് റേഷ്യോയിലായിരിക്കണം ചേഞ്ചസ് സംഭവിക്കുന്നത്. എന്നുള്ളത് എന്താണ്? ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അതിന് നേരെ ഓപ്പോസിറ്റ് നോൺ ലീനിയർ കോറിലേഷൻ. When the changes in one variable does not leads to a constant ratio of changes in another variable. ഒരു വേരിയബിളിലെ ചേഞ്ച് എന്താണ്? കോൺസ്റ്റന്റ് റേഷ്യോയിൽ മറ്റേ വേരിയബിൾ ചേഞ്ച് വരുന്നില്ല എങ്കിൽ അതെന്താണ്? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം.
ഓക്കെ, അപ്പൊ ലീനിയർ നോൺ ലീനിയർ എന്തായിരുന്നു? ലീനിയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റേഷ്യോയിലുള്ള ചേഞ്ചസ് ആണ് വേരിയബിൾ സംഭവിക്കുന്നത് എങ്കിൽ അത് ലീനിയർ കോറിലേഷൻ ആണ്. കോൺസ്റ്റന്റ് റേഷ്യോയിൽ അല്ല ചേഞ്ചസ് സംഭവിക്കുന്നത് എങ്കിൽ അത് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. ഓക്കെ, നമ്മള് തേർഡ് വൺ പറയുന്നത് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് അല്ലെ. സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ അല്ലെ. നമ്പർ ഓഫ് വേരിയബിൾസ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് എത്ര വേരിയബിൾസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ആ വേരിയബിൾസിന്റെ നമ്പേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് എങ്കിൽ അവിടെ സിമ്പിൾ കോറിലേഷൻ ഉണ്ട്, പാർഷ്യൽ കോറിലേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ കോറിലേഷൻ ഉണ്ട്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we study relationship between two variables we can say that is simple correlation. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ, ടു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. ഓക്കെ, അപ്പൊ പാർഷ്യൽ എന്തായിരിക്കും? പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിങ് മോർ ദാൻ ടു വേരിയബിൾസ്, രണ്ടിലധികം വേരിയബിൾസ് എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരേ സമയം നമ്മൾ എന്താണ് രണ്ട് വേരിയബിളിനെ മാത്രം സ്റ്റഡി ചെയ്യുകയും ബാക്കിയുള്ള വേരിയബിൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിളിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈസും ഡിമാൻഡും. ഓക്കെ, പ്രൈസും ഡിമാൻഡും മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ കോറിലേഷൻ ആണ്, അതായത് ടു വേരിയബിൾസ് ആണ്. പാർഷ്യൽ കോറിലേഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടിലധികം ടു ഓർ മോർ വേരിയബിൾസ്, അതായത് പ്രൈസ് എടുത്തു, അതുപോലെ തന്നെ ഡിമാൻഡ്, ദെൻ ഇൻകവും, മൂന്ന് വേരിയബിൾസ് എടുത്തു. അപ്പൊ രണ്ടിലധികം വേരിയബിൾസ് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ആവാം. അപ്പോൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം സ്റ്റഡി ചെയ്യുകയും മൂന്നാമത്തെ വേരിയബിൾ എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാം? പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. എന്താണ്? രണ്ടിലധികം വേരിയബിൾസ് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യും, പക്ഷെ രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു സമയം മെഷർ ചെയ്യും, ബാക്കിയുള്ള വേരിയബിൾ എന്താണ് കോൺസ്റ്റന്റ് ആയി വെക്കുകയും ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയാം? പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം. ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലധികം വേരിയബിൾസ് സ്റ്റഡി ചെയ്യും, ഒരേ സമയം രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യും. അതായത് പ്രൈസും ഡിമാൻഡും ഇൻകവും ഈ മൂന്നിന്റെയും എഫക്ട് ഒരേ സമയം നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി ടു വേരിയബിൾസ്. പാർഷ്യലും മൾട്ടിപ്പിളിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് മോർ ദാൻ ടു വേരിയബിൾസ് ആണ്. പക്ഷെ എന്താണ്? പാർഷ്യൽ ആണ് എങ്കിൽ അറ്റ് എ ടൈമിൽ എന്താണ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം സ്റ്റഡി ചെയ്യും, മറ്റുള്ള വേരിയബിളൊക്കെ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആക്കി വെക്കും. പക്ഷെ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് എങ്കിൽ എന്താണ്? ടു ഓർ മോർ വേരിയബിൾസ് സ്റ്റഡി ചെയ്യും, ഒരേ സമയം മൂന്ന് വേരിയബിൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് എങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് കോറിലേഷനിൽ നമുക്ക് പറയാനുള്ളത്.